ഈ മഴക്കാലത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് ഫെർട്ടിലൈസർ ചെയ്യണ്ടേ? വേണം, തീർച്ചയായും വേണം. പക്ഷെ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് ഒരു സുവർണ കാലമാണ്. അതിനോട് യോജിക്കുന്നു. മഴക്കാലത്ത് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഒരു പുതിയ റൂട്ടിംഗ് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കഴിയും. ഇതുപോലെ പുതിയ നാമ്പുകളൊക്കെ നമുക്ക് പൊട്ടി മുളച്ചു വരുന്ന കാലമാണ്. ഇത് കണ്ടോ, ഈ പ്ലാന്റ് പോയിന്ന് ഞാൻ വിചാരിച്ചതാണ്, ഉണങ്ങിപ്പോയിന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത് കണ്ടോ, മഴയത്തിരുന്നിട്ട് പുതിയതായിട്ട് ഗ്രോത്ത് ഉണ്ടായി വരുന്നതാണ്. ഈ മഴക്കാലത്ത് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാതെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓർക്കിഡ് ബോൺ, മിറാക്കിൾ 20, ഗ്രീൻ കെയർ, അങ്ങനെ പല ടൈപ്പിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. ഓർക്കിഡ് ബോൺ ഫെർട്ടിലൈസർ ഇതുപോലെ ആയിരിക്കുന്നത്. നമ്മുടെ അളവ് സ്പൂണ് ഇതാണ്. ഇതിൽ നമ്മൾ ഒരു അരഭാഗം എടുത്താൽ മതിയാവും. എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ പ്ലാന്റ്സിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 1/2 സ്പൂൺ ഫെർട്ടിലൈസർ മതി എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാന്റ് മഴവെള്ളം കൊണ്ട് നനഞ്ഞിരിക്കുവാണ്. അത് തന്നെ മഴവെള്ളം ഒരു നല്ല ഫെർട്ടിലൈസറാണ്. ആ ഫെർട്ടിലൈസറിന് ഒരു ചെറിയൊരു സപ്പോർട്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അരഭാഗം എടുത്താൽ മതി. വെറുതെ നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പൈസ മുടക്കി വാങ്ങിക്കുന്ന സാധനമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയേണ്ടതായിട്ടില്ല. പ്ലാന്റിൽ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നല്ല മഴയുള്ളപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. അതായത് 1-2 ദിവസമൊക്കെ ഒന്ന് മഴ ഒന്ന് കുറഞ്ഞ് ഒന്ന് വെയിൽ പതുക്കെ ഇങ്ങനെ വരാറാവില്ലേ, അപ്പോൾ ആ സമയത്ത് മാത്രമേ നമ്മൾ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഫെർട്ടിലൈസർ നമ്മുടെ പ്ലാന്റ് അബ്സോർബ് ചെയ്യണം. അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് ലീഫിലൂടെയും സ്റ്റെമ്മിലൂടെയും റൂട്ടിലൂടെയൊക്കെയാണ് അത് ഫെർട്ടിലൈസർ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ മഴ കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്ലാന്റ്സ് എന്തായാലും അതിൻ്റെ ഈ ലീഫിലും ഇതിലെല്ലാം ഓരോ സുഷിരങ്ങളുണ്ടല്ലോ, ആ സുഷിരങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. ആ നിറഞ്ഞിരിക്കുന്ന സമയത്തേക്ക് നമ്മൾ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതായത് അതിന്റെ സുഷിരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഒരു 2 ദിവസം മഴയൊക്കെ മാറി കഴിഞ്ഞാൽ ആ സുഷിരങ്ങളിൽ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഗ്യാപ്പ് വരത്തില്ല. ആ സുഷിരങ്ങളിൽ ഗ്യാപ്പ് വരുമ്പോൾ, അതായത് ഒന്ന് വെയിൽ വന്ന് കഴിയുമ്പോൾ മാത്രം നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഇതിന് ഉപകാരപ്പെടണമല്ലോ. അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് നമ്മൾ ഇത് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫെർട്ടിലൈസർ വെറുതെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് പറയുന്നത്, മഴ ഒരു 2 ദിവസത്തേക്ക് മാറിക്കത്തക്ക രീതിയിലോ അല്ലെങ്കിൽ ഒന്ന് വെയിൽ കാണുന്ന സമയത്ത് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മഴക്കാലത്ത് നമ്മൾ ഓർഗാനിക് വളം അവോയ്ഡ് ചെയ്യുക, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ചിലവർക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്. അലർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് ചിലപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന വളങ്ങളില്ലേ, സവാള തിളപ്പിച്ചെടുക്കുന്നത്, പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന വെള്ളങ്ങളൊക്കെ ഇല്ലേ, പിന്നെ കഞ്ഞിര വെള്ളം, ചാണകം ഇട്ടൊക്കെ പൊളിപ്പിച്ചെടുക്കുന്ന അങ്ങനെയുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഈ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ വേസ്റ്റ് ഒക്കെ വെച്ച് തിളപ്പിച്ചുണ്ടാക്കുന്ന വെള്ളത്തിൽ നമുക്കറിയില്ല, പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അതായത് നമ്മൾ അങ്ങനത്തെ വെള്ളമൊക്കെ നമ്മുടെ പ്ലാന്റ്സിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ വെള്ളത്തിൽ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയില്ല. ആ ഗ്യാസ് നമ്മുടെ പ്ലാന്റിനെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുകയും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. വിപണിയിൽ നമുക്ക് കുറെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അവൈലബിൾ ആണ്. ഡാപ്പ്
ഇത് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. ഇത് നമുക്ക് നമ്മുടെ ഈ മഴ സമയത്ത് നമുക്ക് പ്ലാന്റ്സിനൊക്കെ ഉപയോഗിക്കാം. സീവീഡ് ഫെർട്ടിലൈസർ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇത് ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. നമുക്ക് ഇത് ഈ സമയത്ത്, അതായത് മഴ സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ലിക്വിഡ് ഫോമിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതായത് ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് കടലിനടിയിൽ ഒരുതരം പായലുണ്ട്. ആ പായൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഫെർട്ടിലൈസർ ആണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഈ മഴ സമയത്തും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് പലതരം ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കടകളിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനോ വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മഴ സമയത്ത് നമ്മൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ട ഒരു ഫെർട്ടിലൈസറാണ് സ്ലോ റിലീസിംഗ് ഫെർട്ടിലൈസേഴ്സ്. സ്ലോ റിലീസിംഗ് ഫെർട്ടിലൈസേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഡാപ്പാണ്. ഇതുപോലുള്ള കട്ടിയായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മൾ സ്ലോ റിലീസിംഗ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡാപ്പ് ഈ മഴ സമയത്ത് നമുക്കിത് വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മീഡിയനിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതവിടെ അങ്ങനെ തന്നെ പെട്ടെന്ന് നമുക്കിത് അലിഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ അത് അവിടെ ആ മീഡിയനിലൊക്കെ അത് അവിടെ കെട്ടിക്കിടന്ന് പതുക്കെ അത് അലിഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അതവിടെ കെട്ടിക്കിടക്കുമ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ലോ റിലീസിംഗ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാപ്പ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ചിലവർ ഇങ്ങനെ കിഴികെട്ടിയൊക്കെ ഇടത്തില്ലേ ഇതിലിങ്ങനെ നമ്മൾ, അതായത് ഫെർട്ടിലൈസേഴ്സ് ഇപ്പോൾ ഡാപ്പാണെങ്കിൽ തന്നെ ചിലർ തുണിയിലൊക്കെ കെട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. അതായത് ആ കിഴി ഇവിടെ ഇങ്ങനെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സ്ലോ റിലീസിങ് ആണ്. പക്ഷെ എന്നാലും ഇവിടെ കിടക്കുന്ന സ്ഥലത്തും ചിലപ്പോൾ അതിൻ്റെ മേളിലൊക്കെ, ആ കിഴിയുടെ മേളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ മഴക്കാലത്ത് അതൊന്ന് അവോയ്ഡ് ചെയ്യുക. മഴക്കാലത്തിന് ശേഷം നമുക്ക് അതൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആകാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.